നന്നായിട്ട് സൂക്ഷിക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരോട് ഈ ഒരു 4 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേച്ചി പേര് പറഞ്ഞു. എൻ്റെ പേര് രമണി സഹദേവൻ. ഞാൻ കോതമംഗലം വെണ്ടുവഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സൗമ്യ ലെനീഷ്. ഞാൻ കറകടത്താന്നാണ് വരുന്നത്. എൻ്റെ പേര് സിന്ധു സാജു. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് രാധാരാജൻ. സ്ഥലം കുത്തുഴി. എൻ്റെ പേര് ഫാത്തിമ ഹമീദ്. സ്ഥലം നെല്ലിക്കുഴി. ഞാനും നെല്ലിക്കുഴി. 2 നെല്ലിക്കുഴി. എങ്ങനെയുണ്ടായിരുന്നു കേരളോത്സവം? നമ്മുടെ കലോത്സവം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കേ കലോത്സവത്തിന് ഉണ്ടായിരുന്നോ നിങ്ങള്? ഇല്ല, കലോത്സവത്തിന് ഉണ്ടായിരുന്നില്ല. കേരളോത്സവത്തിനോടനുബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഹരിതകർമ്മസേന ഇത്ര ആക്റ്റീവായിട്ട് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗ്രീൻ പ്രോട്ടോക്കോളൊക്കെ വന്നതിൽ പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ ആക്റ്റീവാണ്. പിന്നെ നമ്മുടെ കോതമംഗലം നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം നമുക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഇത് ഞങ്ങളുടെ സാറുമാരാണ് ഈ പോണത്. എൻ്റെ പേര് നവീൻ. ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ. എൻ്റെ പേര് സജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. മുനിസിപ്പാലിറ്റിയിൽ 1.5 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ചേച്ചിമാര് പറയായിരുന്നു നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ, എല്ലാവരും വളരെ സഹകരണമാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ എല്ലാവരും പെരുമാറുന്നുണ്ട്. എന്താ ഒരു സംഘാടക മികവിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, ഇത് പല പരിപാടികളും വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നതാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഇവർ നല്ല ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇതിൽ നിന്നുകൊണ്ട് ഞങ്ങളതിന് നിർദ്ദേശം നൽകി അവരെ കൂടെ ക്ലിയർ ചെയ്യിപ്പിച്ച് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. തൃപ്തരാണ് എല്ലാ കാര്യങ്ങളും തൃപ്തരാണ്, കുഴപ്പമില്ല, നല്ലതായിട്ട് പോകും. നമ്മുടെ 67ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന 5-6 വരുന്ന വേദികളിൽ എല്ലാവരെയും നമ്മൾ സജ്ജമാക്കിക്കൊണ്ട് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അതാത് സമയങ്ങളിൽ എല്ലാ തരം വേസ്റ്റുകളും നമ്മൾ നീക്കം ചെയ്ത് നമ്മുടെ ഇവിടെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഉള്ള വിൻ്റർ കമ്പോസ്റ്റിലേക്ക് നമ്മളത് സംസ്കരിക്കുകയും നല്ല ഒരു മാതൃകാപരമായിട്ട് ഹരിതകർമ്മ സേനാക്കാർ ഇവിടെ വേസ്റ്റ് നീക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അത് നല്ല രീതിയിൽ സേവനം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചേച്ചിമാരോട് ചോദിക്കാം. ചേച്ചിമാർക്ക് ഇപ്പം സമാധാനമായി കാണാം. മേലുദ്യോഗസ്ഥർ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 66 ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത്. ഇപ്പം നമ്മൾ ഓരോ സെൻറ്ററുകളിലേക്ക് അത്യാവശ്യം വേണ്ട ഹരിതകർമ്മസേനകളെ ഇട്ടിട്ടുണ്ട്. ഫുഡ് കൗണ്ടറിലേക്ക് 5 പേരെ വീതവും 2 നേരം, അത് രാവിലെ 5 പേര് നിൽക്കും, ഉച്ചയാകുമ്പോഴത്തേക്കും അവർ മാറിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വേറെ 5 പേരെ ഇടും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവിടെയും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഫുഡ് വേസ്റ്റ് മാറ്റിയും അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് മാറ്റി നമ്മൾ കയറ്റി വിടുന്നുണ്ട്. നമുക്ക് തന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇല്ല, ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ഹരിതകർമ്മസേന അത്രയ്ക്കും ആക്റ്റീവാ. അതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടായിട്ടല്ല, അവർക്കതൊരു താല്പര്യത്തോടു കൂടി എടുത്തിട്ടാണ് അവർ ആ ജോലി ചെയ്യണത്. ആരും തന്നെ മാറി നിൽക്കാൻ തയ്യാറല്ല. എല്ലാവർക്കും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സാണുള്ളത്. അത് കാരണം നമ്മുടെ കോതമംഗലത്തിൻ്റെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ കോതമംഗലത്തിൻ്റെ മണിമുത്തുകളാണ്. എൻ്റെ പേര് സൗമ്യ. സെന്റ് ജോർജിലല്ലേ ചേച്ചിയുടെ? സെന്റ് ജോർജ് ആയിരുന്നു. അപ്പൊ അവിടെ എങ്ങനെയുണ്ട്? അവിടെ ക്രിക്കറ്റ് കളി ആയിരുന്നു, എല്ലാം കൺട്രോളിലായിരുന്നു. ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് എല്ലാവരും വന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. നല്ല സഹകരണമായിരുന്നു. എൻ്റെ പേര് സിന്ധു. ഇത് കോതമംഗലത്തിൻ്റെ ഒരു സുവർണ അവസരമാണ്. KCVക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് പാടി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? അപ്പം നമ്മുടെ ഹരിതകർമ്മസേനയിലെ മണിമുത്തുകളായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.